Let us take up the design of Shunfield winding. Shunfield winding. See how the winding is placed around the poles. Poles with the pole shoe is shown. Winding is also shown. The field winding surrounds the pole. പോളിനെ ചുറ്റിയാണ് ഫീൽഡ് വൈൻഡിങ് നോക്കണം. അതിൻ്റെ ഡെപ്ത് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്, ആ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കനം ഡെപ്ത് ഇറ്റ് ഈസ് ഡി എഫ്, ഇറ്റ്സ് ഡിനോട്ട് ബൈ ഡി എഫ്. ലെങ്ത് ഓഫ് ദ പോൾസ് എൽ പി. ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് എച്ച് എഫ്, ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. ദ ബ്രെഡ്ത്ത് ഓഫ് ദ പോളിൻ്റെ ബ്രെഡ്ത്ത് ബി പി. ലെങ്ത് ഓഫ് ദ പോളുണ്ട്, ലെങ്ത് ഓഫ് ദ പോൾ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ പോൾ. അപ്പോൾ നമ്മൾ ഇതാണ് പോള്. ഇത് നമ്മൾ അതിൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ സി മുകളിൽ നിന്നുള്ള വ്യൂ അതാണല്ലോ പ്ലാൻ. ഇവിടെ നിന്നുള്ള വ്യൂ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ, അതാണ്ട് ഈ പോർഷനാണല്ലോ. നേരെ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ കാണുന്നതാണല്ലോ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കാണാം, ഒരു ചതുരം, ദീർഘചതുരം കാണാം, പ്ലാൻ. അപ്പോൾ അതിനകത്ത് ഇത് ബ്രെഡ്ത്ത് ഓഫ് ദ പോളാണല്ലോ, ബ്രെഡ്ത്ത് ഓഫ് ദ പോൾ ബി പി. So this is BP, breadth of the pole. ഇനി ഈ പോർഷൻ എന്ന് പറയുന്നതാണ് ഈ പോർഷൻ. സോ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പോൾ. സോ എൽ പി, ലെങ്ത് ഓഫ് ദ പോൾ, ലെങ്ത് ഓഫ് ദ പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ എൽ പി എന്ന് പറയുന്നത്, ഈ സൈഡ്. ദിസ് സൈഡ് ഈസ് ബി പി ആൻഡ് ദിസ് സൈഡ് ഈസ് എൽ പി, ലെങ്ത് ഓഫ് ദ പോൾ. അപ്പോൾ പോളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നോക്കണം. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും വരുന്ന ഫീൽഡ് വൈൻഡിങ് ആണത്. അതിൻ്റെ തിക്നെസ്സാണ് ഡി എഫ്. ഡി എഫ് ഈസ് ദ തിക്നെസ്, അത് വൈൻഡിങ്. അപ്പോൾ വൈൻഡിങ് ഇതിന് ചുറ്റും ഇങ്ങനെ വൈൻഡ് ചെയ്തിരിക്കുകയാണ്. ആ വൈൻഡിങ്ങാണ് ഈ കാണിച്ചിരിക്കുന്ന വൈൻഡിങ്. ഹാവിങ് എ ഫ്യൂ ടേൺസ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി ഇതിനൊരു കനമുണ്ട്, ഡി എഫ്, ഡെപ്ത് ഓഫ് ദി ഡി എഫ്, തിക്നെസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. ഡെപ്ത് എന്ന് അതിന് പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് എന്ന്. രണ്ടും മാറിപ്പോകരുത്. എൽ പി ആൻഡ് ബി പി, ലെങ്ത് ഓഫ് ദ പോൾ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ പോൾ. നടുക്കൂടെ ഒരു ഡോട്ടർ ലൈൻ ഇങ്ങനെ വരച്ചിരിക്കുന്നതിൻ്റെ നടുക്കുള്ള ഒരു ടേണിൻ്റെ ലെങ്താണ്. അതിന് നമ്മൾ പറയും ലെങ്ത് ഓഫ് ദ മീൻ ടേൺ എന്ന്. ലെങ്ത് ഓഫ് ദ മീൻ ടേൺ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്, LMT, ലെങ്ത് ഓഫ് ദ മീൻ ടേൺ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. അതുകൊണ്ട് ഈ LMT എന്ന് പറഞ്ഞാൽ എന്താ? LMT ഈസ് 2 ഇൻറ്റു ഈ 2 നീളം പ്ലസ് 2 വീതി ചുറ്റളവ് പ്ലസ് ഇത് നമ്മൾ ഓരോ ലെങ്തിൻ്റെ കൂടെയും ബ്രെഡ്ത്തിൻ്റെ കൂടെയും കൂട്ടണം. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് ഓഫ് ദ മെയിൻ ടേൺ എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. ഇവിടുന്ന് ഇത് ഡി എഫിൻ്റെ പകുതി, ഇത് ഡി എഫിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡി എഫ് ലെങ്തിൻ്റെ കൂടെ ഒരു ഡി എഫ് കൂട്ടണം. ഈ പകുതി. ഇവിടെ വീണ്ടും നമ്മൾ അതേപോലെ ഈ നീളത്തിൻ്റെ കൂടെ ഈ നീളമാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ഒരു അരക്കനവും ഇപ്പോൾ ഒരു കനം കൂട്ടണം. വീതിയുടെ കൂടെ അതേപോലെ ഈ വീതി, ഇതാണ് വീതി. ലെങ്ത് ഓഫ് ദ മീൻ ടേണിൻ്റെ വീതിയാണ് ഞാൻ പറയുന്നത്. അത് ഈ ബി പിയുടെ കൂടെ, ദിസ് ഇസ് ബി പിയുടെ കൂടെ ഈ പകുതിക്കനവും ഒരു കനം. ഇവിടെ അതേപോലെ പകുതി ഇവിടെ കൂടും, പകുതി ഇവിടെ കൂടും.
അപ്പോൾ ചുരുക്കത്തിൽ ലെങ്ത് ഓഫ് ദ മീൻ ടേൺ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പി പ്ലസ് ഡി എഫ് പ്ലസ് ബി പി പ്ലസ് ഡി എഫ് എന്നാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ എൽ പിയുടെ കൂടെ അര ഒരു നീളം, ബി പിയുടെ കൂടെ അര ഒരു നീളം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ഇതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത്. അപ്പോൾ എൽ എം ടി, ദ ലെങ്ത് ഓഫ് ദ മീൻ ടേൺ ഈസ് എൽ പി പ്ലസ് ഡി എഫ് പ്ലസ് ബി പി പ്ലസ് ഡി എഫ് ഇൻറ്റു 2. അല്ലെങ്കിൽ എന്താണ് വരുന്നത്? എൽ പി പ്ലസ് ബി പി പ്ലസ് 2 ഡി എഫ് ഇൻറ്റു 2. എൽ എം ടി ഈസ് 2 ഇൻറ്റു എൽ പി പ്ലസ് ബി പി പ്ലസ് 2 ഡി എഫ്. ഡി എഫ് ഈസ് ദ ഡെപ്ത് ഓഫ് ദി. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ 2 സംഗതികളുണ്ട്, അതുകൂടെ ഒന്ന് മനസ്സിലാക്കൂ. ലെങ്ത് ഓഫ് ദി ഇന്നർ ടേൺ, LI, ലെങ്ത് ഓഫ് ദ ഇന്നർ ടേൺ. ഇന്നർ ടേൺ എന്ന് പറഞ്ഞാൽ നടുക്ക്, ഈ പോളുമായിട്ട് ഏറ്റവും ആദ്യം ചുറ്റുന്നത്, ആ ഒരു ടേണിൻ്റെ നീളം, ലെങ്ത് ഓഫ് ദ ഇന്നർ ടേൺ, അത് നമ്മൾ LI എന്ന് കൊടുത്തുന്നു. ആ ഇന്നർ ടേണിൻ്റെ ലെങ്ത് ഓഫ് ദ ഇന്നർ ടേൺ, അതിൻ്റെ ചുറ്റളവ് എന്താണ്? ഈസ് ആക്ച്വലി 2 ഇൻറ്റു എൽ പി പ്ലസ് ബി പി. ഇത് എൽ പി, ഇത് ബി പി ഇൻറ്റു 2 ഇൻറ്റു എൽ പി പ്ലസ് ബി പി ആണ്. യെല്ലോ എന്താണ്? ഔട്ടർ ടേൺ. ഈ ഔട്ടർ ടേൺ, ഏറ്റവും പുറകിലത്തെ ഏറ്റവും അവസാനത്തെ ടേണിൻ്റെ ചുറ്റളവ്, ലെങ്ത് ഓഫ് ദി ഔട്ടർ ടേൺ, അതെങ്ങനെ കിട്ടും? ഈസ് ഈ നീളത്തിൻ്റെ കൂടെ ഒരു ഡി എഫ്, നീളത്തിൻ്റെ കൂടെ ഇവിടെ ഒരു ഡി എഫ്. അപ്പോൾ പുറത്തെ നീളമെന്ന് പറഞ്ഞാൽ എൽ പി പ്ലസ് 2 ഡി എഫ്. ഈ എൽ പി അകത്തെ നീളത്തിൻ്റെ കൂടെ ഈ ഡി എഫ് 2 ഡി എഫ്. വീതിയുടെ കൂടെ, ബ്രെഡ്ത്തിൻ്റെ കൂടെ ഈ ഒരു കനം. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ കൂടെയും 2 തിക്നെസ് കൂട്ടണം. അപ്പം ഈ നീളമെന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ കൂടെ എൽ പി പ്ലസ് 2 ഡി എഫ്, ഈ വീതി എന്ന് പറഞ്ഞാൽ ബി പി പ്ലസ് 2 ഡി എഫ്, ഔട്ടർ വീതി. അപ്പോൾ അതിൻ്റെ 2 മടങ്ങാണ് ഔട്ടർ ടേണിൻ്റെ ചുറ്റളവ്, ലെങ്ത് ഓഫ് ദി ഔട്ടർ ടേൺ. അത് ഡിനോട്ടഡ് ആസ് LO, ലെങ്ത് ഓഫ് ദി ഔട്ടർ ടേൺ ഈസ് എൽ പി പ്ലസ് 2 ഡി എഫ് നീളം, ഔട്ടറിൻ്റെ നീളം, പ്ലസ് ബി പി പ്ലസ് 2 ഡി എഫ് ഔട്ടറിൻ്റെ വീതി. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി ചുറ്റളവാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു എൽ പി പ്ലസ് 2 ഡി എഫ് പ്ലസ് ബി പി പ്ലസ് 2 ഡി എഫ് ഗിവിങ് 2 ഇൻറ്റു നോക്കണേ, ഈ 2 ഡി എഫ് ഇൻറ്റു 2, അപ്പോൾ 2 4 2. അപ്പോൾ 2 ഇൻറ്റു എൽ പി പ്ലസ് ബി പി പ്ലസ് 4 ഡി എഫ് എന്ന് വരും, 4 ഡി എഫ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് LO പ്ലസ് LI ഡിവൈഡ് ബൈ 2 ഈസ് LMT. ഇത് 2 കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോഴേ നമുക്ക് LMT എന്നുള്ളതും കിട്ടും. LMT. അപ്പം ഡി എഫ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലോ, LO മൈനസ് LI, ഡി എഫ് കണ്ടുപിടിക്കാനായിട്ട് LO മൈനസ് LI എടുത്താൽ നമുക്കിവിടെ കിട്ടുന്നത് LO മൈനസ് LI കിട്ടിയാൽ LO മൈനസ് LI ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്ന ഡി എഫ്. ഈ 2 എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് 4 ഡി എഫ് കിട്ടും. 4 ഡി എഫ് എന്ന് പറയുമ്പം LO മൈനസ് LI, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോഴേ 4 ഡി എഫ് ആ കിട്ടുന്നത് അല്ലേ, LO മൈനസ് LF. അപ്പോൾ ഡിവൈഡഡ് ബൈ 2, LO മൈനസ് LI ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 2 ഡി എഫ് എന്ന് കിട്ടും. 2 ഡി എഫ് എന്ന് കിട്ടും. അപ്പോൾ ഡി എഫ് ഈക്വൽ ടു LO മൈനസ് LI ബൈ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടും. ഓക്കെ, വിൽ കം അക്രോസ് ദാറ്റ് ലേറ്റർ. അപ്പം നമുക്ക് ജനറൽ ടേംസ് നമുക്കത് നോക്കാം. ആംപിയർ ടേൺസ് ഓഫ് ഫുൾ ലോഡ്, MMF ഡെവലപ്ഡ് ബൈ ഫീൽഡ് വൈൻഡിങ് അറ്റ് ഫുൾ ലോഡ്. AT എന്ന് പറയുന്ന MMF ആണ്. ഫുൾ ലോഡിൽ MMF ആണ് ATFL.
ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇത് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ്. പോളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ പിന്നെ ഇൻസുലേഷൻ ഉണ്ട്, പിന്നെ ക്ലിയറൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരും. അതെല്ലാം കൂടെ ചേർന്ന് പോൾ ഷൂവിൻ്റെ ഹൈറ്റ് വരും, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് പോളിൻ്റെ ഹൈറ്റ് വരും. അപ്പം ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഇൻ മീറ്റർ HF. DF ഈസ് ദ ഡെപ്ത് ഓഫ് ദ വൈൻഡിങ് ഇൻ മീറ്റർ. അപ്പോൾ DF HF എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. LMT എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ മീൻ ടേൺ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഇൻ മീറ്റർ. RF ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ഫീൽഡ് കോയിൽ ഇൻ ഓംസ്. ഓരോ ഫീൽഡ് കോയിൻ്റെയും റെസിസ്റ്റൻസാണ്. അപ്പോൾ ഇവിടെ 4 പോളുണ്ടെങ്കിൽ 4 ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഒരു ഫീൽഡ് വൈൻഡിങ് ഇവിടെ, അതേപോലെ ഇവിടെ വേറൊരു ഫീൽഡ് വൈൻഡിങ്. അത് ഞാനിങ്ങനെ കാണിക്കുന്നു. വീണ്ടും ഇവിടെ ഒരു ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഇപ്പോഴത്തെ പോളിന് വീണ്ടും ഒരു ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഓരോ ഫീൽഡ് വൈൻഡിങ് എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓൾ ദീസ് ഫീൽഡ് വൈൻഡിങ്സ് ആർ ഐഡൻറ്റിക്കൽ. അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യുക? ഇതാണെന്നുണ്ടെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. All the field windings are connected in series and so as to get poles of alternate polarity. അപ്പോൾ ഇത് നോർത്താണ്, ഇത് സൗത്ത്. ആ രീതിയിൽ കിട്ടത്തക്ക രീതിയിലായിരിക്കും വൈൻഡിങ്ങിൻ്റെ സെൻസ്. ആ രീതിയിൽ ഇത് കണക്ട് ചെയ്യുകയും ചെയ്യും സീരീസ് ആയിട്ട്. അപ്പം എല്ലാ ഫീൽഡ് വൈൻഡിങ്ങും ഐഡൻറ്റിക്കലാണ്. ഓൾ ദ ഫീൽഡ് വൈൻഡിങ്സ് ആർ ഐഡൻറ്റിക്കൽ and correspondingly the resistance of the field winding RF, the resistance of the field winding RF will also be the same resistance of each field coil. TF is the number of turns in each field coil. ഒരു ടേൺസിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് TF. AF, small AF is the area of cross section of the field winding conductor in meter square. ഇതിനകത്തുള്ള ഈ കണ്ടക്ടറിൻ്റെ ഏരിയ, ഒരു കണ്ടക്ടറിൻ്റെ ഏരിയ, ഇതെല്ലാം സീരീസ് ആയിട്ട് വരുന്ന ടേൺസാണ്. സോ AF is the area of cross section of the field winding conductor in meter square. IF is the current in the field winding in amperes. Delta F, the current density in field winding, ampere per mm square. നമ്മളെപ്പോഴും കറണ്ട് ഡെൻസിറ്റി പറയുന്ന ആംപിയർ പെർ mm സ്ക്വയറില്ല, ആംപിയർ പെർ mm സ്ക്വയർ. കറണ്ട് ഡെൻസിറ്റി ഇൻ ആംപിയർ പെർ mm സ്ക്വയർ. QF is the copper loss in each field coil. QF എന്നുള്ള സ്റ്റാൻഡേർഡ് സിമ്പിൾസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ Q എന്ന് പറഞ്ഞാൽ ലോസിൻ്റെ ആണ്. അപ്പം QF, കോപ്പർ ലോസ് ഇൻ ഈച്ച് ഫീൽഡ് കോയിൽ. സ്മോൾ QF is the permissible loss per unit winding surface area for normal temperature rise. Permissible loss per unit winding surface, loss per unit area. The permissible loss per unit area of the winding surface. ഈ വൈൻഡിങ് സർഫസിൽ കൂടെയുള്ള ലോസ് ഡിസിപ്പേഷൻ ഹീറ്റ് ഡിസിപ്പേഷൻ്റെയാണ്. ഇൻ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത്. SF is the copper space factor and rho is the resistivity in ohm meter. റെസിസ്റ്റൻസ് ലെങ്ത് ഇൻ മീറ്റർ, ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ ആയിക്കഴിഞ്ഞാൽ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇൻ ഓം മീറ്റർ. 1 മീറ്റർ നീളം, 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസാണ്. ഓക്കെ, ഇനി ഡിസൈൻ പ്രൊസീജിയറിനകത്ത് ഫസ്റ്റ് വൺ ഈസ് അസ്യൂം എ സ്യൂട്ടബിൾ ഡെപ്ത് DF. Usually DF varies from 30 mm to 55 mm depending on the diameter of the machine. മെഷീൻ്റെ capital D, മെഷീൻ്റെ ഡയമീറ്റർ അനുസരിച്ച് ഈ ഡെപ്ത് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് യൂഷ്വലി വേരീസ് ഫ്രം 30 mm to 55 mm. അതൊരു ടാബുലർ കോളത്തിൽ ആണ് കൊടുത്തിട്ടുണ്ട്. ഡയമീറ്റർ DC മെഷീൻ്റെ കാര്യമായി പറയുന്നത് 0 to 20 സെൻറ്റിമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇവിടെ DF in mm ആണ് കൊടുത്തിരിക്കുന്നത്. DF in mm is given as 30 and corresponding to these values. അപ്പം this is D in meter ആണ് കൊടുത്തേക്കുന്നത്. D is in meter. അപ്പോൾ 0.2 meter, 0.35, 0.5 meter, 0.65 meter, 1 meter and so on. ഈ റേഞ്ചിൽ വരും.
അപ്പോൾ അതിനനുസരിച്ച് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഡെപ്ത് സാധാരണ വരുന്ന ഡെപ്ത് എക്സാക്ട്ലി നമ്മൾ കണ്ടുപിടിക്കും. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് മീൻ ടേണിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഈസ് LMT ഈസ് 2 into LP plus BP plus 2DF. To allow for, മൂന്നാമത്തെ സ്റ്റെപ്പ്, to allow for voltage regulation in the case of generators, assume that 15 to 20% of rated voltage is absorbed by the field regulator. In the case of field controlled motors, this allowance depends upon the range of speed control. അപ്പം നമ്മൾ ജനറേറ്ററാണ്, DC ജനറേറ്റർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഫീൽഡ് റെഗുലേറ്റർ വെക്കും. അപ്പോൾ DC ജനറേറ്റർ ഷണ്ട് ജനറേറ്റർ, റെഗുലേറ്റർ, ഫീൽഡ് വൈൻഡിങ്. ഈ വൈൻഡിങ് ആണ് നമ്മൾ ഈ പോൾസിന് ചുറ്റുള്ള വൈൻഡിങ്. ദിസ് വൈൻഡിങ് ഈസ് ദ ഫീൽഡ് വൈൻഡിങ്. Prime mover. This is the field regulator. It's a variable resistance. Field regulator. It's the load current. This is the field winding. അപ്പോൾ ഇവിടെ മൊത്തം വോൾട്ടേജാണ് V. ഇതിന് മൊത്തം V, മെഷീൻ്റെ വോൾട്ടേജ് ഇതിന് മൊത്തത്തിൽ ക്രോസായിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മളിതെന്തായാലും കണിശമായിട്ട് ഉപയോഗിക്കും. കാരണം ഇതിന് ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം. ഒരു DC ജനറേറ്റർ ലോഡ് ചെയ്യുമ്പോൾ ദ ടെർമിനൽ വോൾട്ടേജ് ഫാൾ ചെയ്യും. DC ജനറേറ്റർ ലോഡ് ചെയ്യുമ്പോഴേ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ഫാൾ ചെയ്യും. ഇന്ന് കോൺസ്റ്റൻ്റ് നിൽക്കുന്നതിന് പകരം ഇത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ കുറയും. അപ്പോഴേ നമ്മളെന്ത് ചെയ്യും, വി അഡ്ജസ്റ്റ് ദിസ് ഫീൽഡ് റെഗുലേറ്റർ ടു കറക്റ്റ് ഫോർ ദി വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ അത് ചെയ്യും. അപ്പോൾ അതിനകത്ത് കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് വരും. അപ്പോൾ മൊത്തം വോൾട്ടേജിലെ കുറച്ച് ഭാഗം ഇതിന് അക്രോസായിട്ട് വരും, ബാക്കി ഭാഗമേ ഇതിന് അക്രോസായിട്ട് കിട്ടുള്ളൂ. ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസായിട്ട് ബാക്കി ഭാഗമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് 15 to 20% ഓഫ് ദി റേറ്റഡ് വോൾട്ടേജ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ഫീൽഡ് റെഗുലേറ്റർ. ഇത് മോട്ടോർ ആകുമ്പോഴേ ദ കേസ് ഓഫ് ഫീൽഡ് കൺട്രോൾഡ് മോട്ടോഴ്സിൻ്റെ കേസിൽ നമ്മൾ സ്പീഡ് കൺട്രോളിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെഗുലേറ്റർ ഉപയോഗിക്കും, ഫീൽഡ് റെഗുലേറ്റർ. അവിടെ ഇതേ സംഗതി തന്നെ. അപ്പോൾ ആ റെസിസ്റ്റൻസിൽ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ബാക്കി വോൾട്ടേജ് നമുക്ക് ഫീൽഡ് വൈൻഡിങ്ങിൽ കിട്ടുള്ളൂ. ഈ ഫീൽഡ് വൈൻഡിങ്ങിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബാക്കി വോൾട്ടേജാണ്. അപ്പം സോ ദ വോൾട്ടേജ് അക്രോസ് ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് 0.8 to 0.85. 15 to 20% എന്ന് പറഞ്ഞാൽ ബാക്കി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.8 to 0.85. 15% പോയി കഴിഞ്ഞാൽ ബാക്കി 85% ഓർ 0.85. 20% പോയി കഴിഞ്ഞാൽ ബാക്കി 80% വോൾട്ടേജ് ഓർ ഓൺലി 0.8 times V. സോ ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.8 മുതൽ 0.85 times V വരുള്ളൂ. ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഫീൽഡ് കോയിൽ, ഓരോ ഫീൽഡ് കോയിലും വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.8 to 0.85 times V divided by the number of poles. P is the number of poles. And if all the field windings are connected in series, so 4 പോൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട് വരുന്നത്, അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ് ചിലതിന് 2 കാണുള്ളൂ, ചില 4 കാണും, 4 പോളുണ്ടെങ്കിൽ. അപ്പോൾ അത് എല്ലാത്തിലൂടെ ഡിവൈഡ് ചെയ്ത് പോകും. സോ ദാറ്റ് ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് ഫീൽഡ് വൈൻഡിങ് വിൽ ബി ദിസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പോൾസ് 0.8 to 0.85 V divided by P. Since there are as many field coils as the number of poles and all are connected in series. In a resistance of each shunt field coil, അങ്ങനെ കണ്ടുപിടിക്കും. റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ഷണ്ട് ഫീൽഡ് കോയിൽ, നമ്മൾ റെസിസ്റ്റൻസ് RF എന്ന് പറയുന്നത് റോ L/A ആണല്ലോ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റോ L/A. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ്. അപ്പോൾ ഇവിടെ ആ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു
റോ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഓഫ് ദ മീൻ ടേൺ, ഒരു ടേണിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ടേണിൻ്റെ ലെങ്ത് മീൻ ലെങ്ത് ഗുണം എത്ര ടേൺസ് ഉണ്ടെന്ന്. അപ്പോൾ ഇഫ് ടി എഫ് ഈസ് ദ നമ്പർ ഓഫ് ടേൺസ്, മൊത്തം നീളം എന്ന് പറയുന്നത് ഒരു ടേണിൻ്റെ നീളം എൽ എം ടി ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇസ് ടി എഫ്. അപ്പോൾ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ എൽ എം ടി ഇൻറ്റു ടി എഫ്. അപ്പോൾ റോ ഇൻറ്റു ആ സ്മോൾ എൽ എന്ന് നേരത്തെ ഞാൻ എഴുതിയ സ്മോൾ എൽ, ദ സ്മോൾ എൽ ഈസ് ആക്ച്വലി വേർ എൽ ഈസ് ടി എഫ് ഇൻറ്റു എൽ എം ടി. അതാണ്. അപ്പോൾ അത് നമ്മൾ സോ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് ടി എഫ് ഇൻറ്റു റോ എൽ എം ടി ബൈ എ എഫ്, വേർ എ എഫ് ഇസ് ദ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് കണ്ടക്ടർ. ഇതാണ് ഈ ഇ എഫ് ബൈ ഐ എഫ് എന്ന് പറയുന്നത്. ഇ എഫ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇ എഫ് ആണെങ്കിൽ, ഇഫ് ദിസ് വോൾട്ടേജ് ഇസ് ഇ എഫ്, voltage across the field winding is EF, and IF is the current that is flowing through the field winding. ഈ വൈൻഡിങ്ങിൽ കൂടെയുള്ള കറണ്ട് ഐ എഫ് ആണെങ്കിൽ ഇ എഫ് ബൈ ഐ എഫ്, ഈ വൈൻഡിങ്ങിന് അക്രോസ് ആയുള്ള വോൾട്ടേജ് ഇ എഫ് ആണെങ്കിൽ ഇ എഫ് ബൈ ഐ എഫ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. ഏരിയ ഓഫ് ദ ഷണ്ട് ഫീൽഡ് കണ്ടക്ടർ, area of the shunt field conductor is AF is equal to ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കും. AF is IF into, you take these two expressions, ഈ രണ്ട് എക്സ്പ്രഷൻ എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, IF into TF into റോ എൽ എം ടി ഡിവൈഡഡ് ബൈ EF. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് അതിൽ നിന്ന് AF കണ്ടുപിടിക്കാനായിട്ട് ഐ എഫ് ഇൻറ്റു ദിസ് ഡിവൈഡഡ് ബൈ ഇ എഫ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓർ എ എഫ് ഈസ് ഈക്വൽ ടു ഐ എഫ് ഇൻറ്റു ടി എഫ് എന്ന് പറഞ്ഞാൽ എ ടി എഫ് ആംപിയർ ടേൺസാണ്. ദ കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഐ എഫ് ഇൻറ്റു ടി എഫ് ഈസ് ആംപിയർ ടേൺസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഇൻറ്റു റോ എൽ എം ടി ഡിവൈഡഡ് ബൈ ഇ എഫ്, where LMT is the length of the mean turn and ATF is the ampere turns of the field winding. Rho is the resistivity and EF the voltage across each field winding. And